ഹായ്, ഗുഡ് മോർണിംഗ്. ഒരേ സമയം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മളിപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു സെഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ടിപ്പ് എന്നുള്ള രീതിക്ക് എങ്ങനെ വെള്ളം കുടിക്കാം, വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഹായ് വിനീത, സുജിത്, സുനിൽ കുമാർ, ഹായ് ഹായ്, ഖാൻ, ആദർശ്, ഹായ്, മിസസ് നീല, എല്ലാവരോടും ഹായ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത ആളുകൾ വാച്ച് ചെയ്യുക. ഞാനൊന്ന് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഐശ്വര്യ, വെൽനസ് കോച്ചാണ്. ഏകദേശം ഒരു 7 years ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ഹെൽത്ത് ടിപ്പ് കാര്യങ്ങളും ഷെയർ ചെയ്യുമെന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളെ ഭക്ഷണ രീതിയിൽ തന്നെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലധികം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്പ്യാർ, ഹായ്, അജി, സുറഫായ് 95, ഹായ്, ശ്രീലേഷ്. ഓക്കെ, അപ്പോൾ ജോയിൻ ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. ഇന്നത്തെ ഒരു ടോപ്പിക് നോക്കുവാണെങ്കിൽ നമ്മൾ നോർമലി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കൂടെ തന്നെ നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കണം എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടി. സോ ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആവാൻ പറ്റുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ ബോഡി ഒന്നുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, എന്തൊക്കെ കഴിച്ചാലാണ് എൻ്റെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മലയാളീനെ വെച്ച് അല്ലെങ്കിൽ നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി ഒരു പ്ലേറ്റിൽ നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം ചോറെടുത്തു. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഉപ്പേരി പോലെയോ അല്ലെങ്കിൽ കറികൾ ഒഴിച്ച് എന്തെങ്കിലും വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത് ഇതാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു പ്ലേറ്റ് നമ്മൾ കാണുന്ന സമയത്ത് നോർമൽ ഒരു പേഴ്സൺ നമ്മൾ ചോറ്, കറി, ഉപ്പേരി ഇങ്ങനെയാണ് കാണുക. പക്ഷെ ഒരു കോച്ച് എന്ന നിലയ്ക്ക് നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ കാർബ്, അതേപോലെ പ്രോട്ടീന്, അതേപോലെ ഫൈബർ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഹെൽത്തി ആണോ എന്നുള്ളത്. അപ്പൊ ഫൈബർ എന്നുള്ളൊരു ടോപ്പിക് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫൈബർ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറെ ആളുകളിലേക്കൊക്കെ അറിവ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇതുവരെ ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ആളുകളും ഉണ്ടാവും. സോ ഫൈബർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു എന്താ പറയുക ഡൈജഷൻ ട്രാക്ക് ഒക്കെ ക്ലിയർ ആയിട്ട് നിൽക്കാനും നല്ല സ്മൂത്ത് ആയിട്ടുള്ള എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ ഗട്ട് ഹെൽത്തിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഫൈബറാണ്. അപ്പൊ ഫൈബർ എന്ന് പറയുമ്പോൾ ഫൈബറിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ആദ്യം പറയാം അല്ലെ. നമ്മൾ കഴിക്കുന്ന ഇപ്പൊ ചോറായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, കൂടുതലായിട്ട് നമ്മൾ കാർബ് എടുക്കുന്ന സമയത്ത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളൊരു ഷുഗർ ലെവല് ബോഡിയിലേക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒറ്റയടിക്ക് നമ്മളെ ബോഡിയിലേക്ക് ഷുഗറിന്റെ ലെവല് അപ്പ് ചെയ്യാതെ ബാലൻസ് ചെയ്ത് അതിനെ കീപ്പ് ചെയ്ത് ഒരു സിക്സാക്ക് പോലെ നമ്മളെ ബോഡിയിലേക്ക് കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് അത് ബോഡിയിൽ പോവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫൈബറാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഫൈബർ കൊളസ്ട്രോളിന്റെ ഒരു ലെവല് തന്നെ ബാക്ക് ടു നോർമലിലേക്ക് എത്താൻ വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മെഡിസിൻസ് ഒക്കെ നോർമലി എടുക്കുന്ന ആളുകളാണെങ്കിൽ കൂടി വീട്ടിലുള്ള ഭക്ഷണങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി ആവുന്നുള്ള അറിയണ്ടേ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ അതിന്റെ പിറകെ പോവുകയാണ് അല്ലെ. കൂടുതലായിട്ടും ഭക്ഷണം കൺട്രോൾ ചെയ്യുകയാണ് അധികവും ചെയ്യുക. അധികം പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ഒരു ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ റൈസിന്റെ കൂടെ റൈസോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫൈബർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവാം.
അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് മെഡിസിൻസിന്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വീട്ടിലുള്ള ഭക്ഷണങ്ങളിൽ ചെറിയ ചെറിയ ഈ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഫൈബറിന്റെ കുറച്ച് എന്താണ് അതിന്റെ ഒരു നമ്മളെ ബോഡിയിൽ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഗുണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താണ് ഫൈബർ, ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടി. അതേപോലെ തന്നെ എന്തൊക്കെ ഫുഡാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഫൈബർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറയും ഈ ഉണ്ണിക്കാമ്പ്, ചില നാട്ടില് എന്താ പറയാ പല പേരുകളിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ്. അതേപോലെ തന്നെ വാഴക്കൂമ്പ് എന്നൊക്കെ പറയും, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. മാക്സിമം പച്ചക്കറികൾ, ഏറ്റവും കൂടുതൽ ഇലക്കറികളും പച്ചക്കറികളും നിങ്ങളെ ഭക്ഷണത്തിൽ കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചോറിനേക്കാൾ കൂടുതലായിട്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു ഫൈബർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മളൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു 1-2 സ്പൂണോ കാര്യങ്ങളായിട്ടായിരിക്കും ഉപ്പേരി പോലുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ടാവാം. അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് കുറച്ചുകൂടി നമ്മളെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് എക്സ്ട്രാ നമ്മൾ കുറച്ചുകൂടി ഫൈബർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ബെനിഫിറ്റ് അറിയോ? നമ്മൾ ഒരു ഫുൾ ഫീല് തോന്നാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വിശപ്പൊന്നും പെട്ടെന്ന് തോന്നൂല, പെട്ടെന്ന് തന്നെ. കാരണം വെച്ചാൽ വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതും ചോറെടുക്കാനുള്ള ടെൻഡൻസി, ചോറ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചോറെടുക്കാനും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ഉപ്പേരി പോലുള്ള ഐറ്റംസ് കൂടുതലായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ഫീൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നിങ്ങൾക്ക് എന്തും എടുക്കാം. നിങ്ങൾക്ക് എന്താ ബീൻസ്, പിന്നെ അതേപോലെ തന്നെ പയറ്, അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ ഫൈബറിന്റെ കാര്യം എന്ന് പറഞ്ഞാല് സിമ്പിളായിട്ട് ഇപ്പൊ നമ്മൾ ചില ഫുഡുകൾ നമ്മൾ പറയും നമുക്ക് ഇഷ്ടമല്ല അല്ലെ. നമ്മൾ അധികം ആളുകൾ, ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ ചില ഫുഡുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ ഈ ഇലക്കറികളൊക്കെ കഴിക്കാൻ പറയുമ്പോൾ ചീര കഴിക്കണം, മുരിങ്ങയില കഴിക്കണം എന്ന് പറയുമ്പോൾ പറയും എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളെ ബോഡിക്ക് എന്താണോ നീഡുള്ളത് അത് ഉണ്ടെങ്കിലേ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. എന്റെ വയറിന് അതാണോ ഓക്കെ, അല്ലെങ്കിൽ എന്റെ ബോഡിക്ക് അതാണ് നീഡുള്ളത് എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ എന്നും നമുക്ക് എല്ലാം പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ച് അതിനെ കുറച്ചും കൂടി കോൺഷ്യസ് ആയി ഫുഡുകളൊക്കെ സെലക്ട് ചെയ്ത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിലും നല്ലൊരു റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു 1-2 ദിവസമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഫീൽ എന്നുള്ളത്. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ വെജിറ്റബിൾസ് മാത്രമല്ല നാരുകൾ അടങ്ങിയിട്ടുള്ളത്, നമുക്ക് ഫ്രൂട്ട്സിലും മാങ്ങ ഒക്കെ കഴിക്കുന്ന സമയത്ത് നല്ല കൂടുതലായിട്ട് നമ്മളെ ബോഡിയിലേക്ക് ഏകദേശം ഒരു 3 ഗ്രാമിന്റെ ഒരു ഇടയിലായിട്ട് നമുക്ക് അത്രയും ഫൈബർ കിട്ടുന്നുണ്ട് എന്നാണ് പറയുക. സോ ഇത്രയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ അതേപോലെ ഓറഞ്ചൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാവണം. ഇന്ന ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നത് കഴിക്കാൻ പറ്റൂല. എല്ലാവർക്കും എല്ലാം ഓക്കെ ആയിരിക്കൂല. പക്ഷെ പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന പോലെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ഒരു ടോപ്പിക് നോക്കുവാണെങ്കിൽ ഫൈബർ ആണ്. അപ്പൊ ഫൈബറിന്റെ ഈ ഒരു വീഡിയോ ജോയിൻ ആയിട്ടുള്ള ആളുകൾ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞാനതൊരു ടോപ്പിക് ആയിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ടോപ്പിക് പ്രസന്റ് ചെയ്യാറുണ്ട്. അതൊരു സ്ലൈഡ് അല്ലെങ്കിൽ ഒരു റീലായിട്ടാണ് ഇടാറുള്ളത്. സോ അതുകൊണ്ടാണ് ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ കഴിച്ചിട്ട് ലൈവായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒത്തിരി പേര് ഹായ് പറയുന്നുണ്ട്. ഹായ് പ്രജീഷ്, രാജു, സോളമൻ, ബിജു, വർഗീസ്, സാറ, മഹേഷ്, എല്ലാവരോടും ഹായ് ഹായ്. എല്ലാവരും ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് കുറെ കാര്യങ്ങൾ, അധികം ആളുകൾ നമുക്ക് എൻക്വയറി ചെയ്യാറുണ്ട്, വീട്ടിലിരുന്നിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ
എനിക്ക് വീട്ടിലിരുന്ന് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഈ ഒരു പ്ലാൻ എന്നുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് ഒക്കെ വ്യത്യാസമാണ്. ചില ആളുകൾക്ക് ഓരോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ഒക്കെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ നേരിട്ട് ഒന്ന് സംസാരിച്ച് അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം തന്നെയായിരിക്കും മാക്സിമം ഉണ്ടാവുക. അപ്പൊ എനിവേ, ടാറ്റ, ബൈ ബൈ.